നമസ്കാരം. വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിലെ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവും നഗരസഭാ പ്രതിപക്ഷ കൌൺസിലറുമായ പച്ചേരി ഫാറൂഖ് ഇനി മത്സര രംഗത്തേക്കില്ല. വള്ളുവനാട് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇക്കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഈ ഞങ്ങളെപ്പോലുള്ള ആളുകൾ എന്നും കൗൺസിലിലും മത്സരരംഗത്തും ഉണ്ടായാൽ പോരല്ലോ. പുതിയ ആളുകൾ രംഗത്ത് വരട്ടെ, അവരൊക്കെ കഴിവുകൾ ഉപയോഗിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് കൂടി അതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. Jam June Hypermarket, exceeding expectations. പെരുന്തൽമണ്ണ നഗരസഭയ്ക്ക് ഉയർത്തി 95-ലെ ആദ്യ കൗൺസിലിൽ എൻ്റെ 29ാമത്തെ വയസ്സിൽ ഒരു ജനപ്രതിനിധിയായ ആളാണ്. അന്ന് മുതൽ അതിൻ്റെ മുമ്പേ തുടങ്ങിയ പൊതുപ്രവർത്തന രംഗമാണ്. ആ പൊതുപ്രവർത്തന രംഗത്ത് എനിക്ക് ഈ പാർട്ടി കൊണ്ട് കിട്ടാവുന്ന ഒരുപാട് സ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 4 ടൈമായിട്ട് ഞാൻ പെരുന്തൽമണ്ണ നഗരസഭ കൗൺസിലാണ്. അതിൽ 3 ടൈമും പെരുന്തൽമണ്ണ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഈ പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മുഴുവൻ സമയ പ്രവർത്തനവും ഞാൻ നടത്തിയിട്ടുള്ളത്. അത് പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഈ 2 ടൈമായിട്ട് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റുമാണ്. അപ്പോൾ ഇനി നമ്മളൊരു തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് ഇല്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അത് പല കാരണങ്ങളുണ്ട് അതിന്, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. ഏതായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഇടതുപക്ഷത്തിനോട് ജനങ്ങൾക്കുണ്ടായ ഒരു എതിർപ്പുണ്ട്. അത് ഈ കഴിഞ്ഞ 20-30 കൊല്ലക്കാലമായിട്ട് അടിസ്ഥാന വികസനത്തിന് മറ്റു നഗരസഭകളെ അപേക്ഷിച്ച് ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ട്. ബംഗാൾ 35 കൊല്ലം ഭരിച്ച് അവിടെ നശിപ്പിച്ചതുപോലെ ഈ പെരിന്തൽമണ്ണയും 30 കൊല്ലം ഭരിച്ച പെരിന്തൽമണ്ണ നഗരസഭയെ അടിസ്ഥാന വികസനത്തിന് അത് ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ട്. 100 കോടി കടത്തിലാണ് പെരിന്തൽമണ്ണ നഗരസഭ. ഇന്ന് 100 കോടി, ഇനി ഇപ്പോഴും കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ടൗൺ ഹാൾ പൂർത്തിയാക്കാൻ 30 കോടി ലോൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിനെ വിറ്റ് കട്ടുമുടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പെരിന്തൽമണ്ണയിൽ പോയിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നം, റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുന്നു, ആയുർവേദ ആശുപത്രി പൂർത്തിയാക്കാൻ കഴിയാതെ കിടക്കുന്നു, ഹൈടെക് മാർക്കറ്റ് കോംപ്ലക്സ് അവിടെ ഇപ്പോഴും 5 കൊല്ലം മുമ്പ് തുടങ്ങിയ സംഗതികളാണ് ഇതൊക്കെ. ഇതൊന്നും ഇന്നും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പം ജനങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഭരണം കിട്ടുന്നത് AC കാറിൽ പോകാനും ആ സീറ്റിലിരിക്കാനും ഒരു സൗകര്യം എന്ന നിലയിൽ അത് ഉപയോഗിക്കുക. ജനങ്ങൾക്ക് വേണ്ടി, ഈ പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ടൗണുമായി ബന്ധപ്പെട്ട് മാലിന്യ പ്രശ്നങ്ങൾ, വ്യാപാരികൾ ഒരുപാട് പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഒരു ചിൽഡ്രൻസ് പാർക്ക്, മറ്റ് നഗരസഭകളിലുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക്, ഒരു വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം, ഒരു ബാത്റൂം പോലും ടൗണിൽ യാത്രക്കാർക്ക് ഒരു നല്ലൊരു ബാത്റൂം പോലും ഒരുക്കി കൊടുക്കാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനങ്ങളും ഈ നഗരസഭ, ഈ ഭരണ സംവിധാനത്തിന് എതിരാണ്. ആ അനുകൂല സാഹചര്യം UDF അനുകൂലമായി അത് പ്രവൃത്തി പദത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് UDF ഒരു ഭരണ സംവിധാനത്തെ അവിടെ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഉള്ളത്. ഇവിടെ മത്സരിക്കുക എന്നുള്ളതല്ല, മത്സരിക്കുന്നത് അപ്പുറത്തേക്ക് ഒരു UDF ഭരണ സംവിധാനം പെരിന്തൽമണ്ണ നഗരസഭയിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ UDF ഒരു ചെയർമാൻ അവിടെ ഭരണത്തിൽ എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു ദൗത്യം, ആ ഒരു ഉത്തരവാദിത്തം ഞാൻ ചെയ്യും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഈ പാർട്ടിന്റെ മുതിർന്ന നേതാക്കളൊക്കെ അങ്ങനെ വിട്ടുനിന്നാൽ പാർട്ടിക്ക് ക്ഷീണം ചെയ്യൂലേ? എങ്ങനെയാണത്? അല്ല, ഞാൻ അത്ര വലിയൊരു മുതിർന്ന നേതാവായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എന്തായാലും ഒരു 45 കൊല്ലത്തിലധികമായിട്ട് പെരിന്തൽമണ്ണയിലെ ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലക്ക് ഞങ്ങളല്ലെങ്കിലും ഇവിടെ പുതിയ ഒരുപാട് ആളുകളുണ്ട്. പുതിയ ആളുകൾ രംഗത്ത് വരട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെയൊക്കെ അഭിപ്രായം. ഈ ഞങ്ങളെപ്പോലുള്ള ആളുകൾ എന്നും കൗൺസിലിലും മത്സരരംഗത്തും ഉണ്ടായാൽ പോരല്ലോ. പുതിയ ആളുകൾ രംഗത്ത് വരട്ടെ, അവരൊക്കെ കഴിവുകൾ ഉപയോഗിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് കൂടി അതിൻ്റെയൊക്കെ പിന്നിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വാർത്ത പുറത്തു വരുന്നതോട് കൂടി പാർട്ടി സമ്മർദ്ദം ചെലുത്തിയാൽ മത്സരിക്കോ? അല്ല, പാർട്ടിയാണല്ലോ, ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. എന്നെ ഇതിൻ്റെ മുമ്പ് 3 തവണ പാർട്ടിയിൽ നിന്ന് ഞാൻ പുറത്തായിട്ടുണ്ട്. ആ പുറത്തായ സമയത്ത് ഞാനൊരു പാർട്ടിയുടെ വിശ്വാസം അർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് എനിക്ക് മറിച്ച് ചിന്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒറ്റക്ക് മത്സരിച്ചിട്ടാണ് പെരിന്തൽമണ്ണയിൽ എൻ്റെ വാർഡിൽ 213 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഞാൻ ജയിച്ചത്. പാർട്ടി 3 പ്രാവശ്യം മത്സരിച്ചപ്പോൾ മാറിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഞാൻ മത്സരിച്ചു, ഞാൻ ജയിച്ചു. എന്നിട്ടും ഞാൻ ആ പാർട്ടിക്ക് എതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ആ സമയത്ത് ഞാൻ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലും എൻ്റെ പ്രദേശത്തും ഈ മുഴുവൻ സമയവും ഞാൻ ആ പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്.
അപ്പോൾ പാർട്ടിയാണ് അവസാന തീരുമാനം എടുക്കേണ്ടത്. പാർട്ടി പറയുകയാണെങ്കിൽ ഞാൻ മത്സരിക്കുകയും ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയമല്ല. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.